എംബസിയിലും കോൺസുലേറ്റിലും രജിസ്റ്റർ ചെയ്തവരിൽ വെറും 5% പേർക്ക് പോലും ഇതിനകം നാട്ടിലേക്ക് മടങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതെ, നമ്മളിവിടെ കുറേ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല. അതെ, നാസർ പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്കിത് സംഭവിച്ചാൽ നമ്മളെ സഹായിക്കാൻ നമ്മളതിനെ ഉണ്ടാവുള്ളൂ. 30 കൊല്ലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനെ ഇപ്പം നാട്ടിൽ പോകാൻ വേണ്ടി സ്വന്തം നാടിനോട് യാചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊന്ന് ആലോചിക്കേ. ബഷീർ കഴിഞ്ഞ് നമ്മൾ വേറെ ആരും കാത്തിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഇതൊക്കെ കഴിയുമ്പോഴേ ഇപ്പം മാളത്തിൽ വിളിച്ച കുറേ എണ്ണം ഇറങ്ങും നമ്മളെ പിഴിയാനായിട്ട് നാട്ടിൽ നിന്ന്, ഉളുപ്പില്ലാത്തവന്മാർ. സതീഷ, നീ ഒരു പേനയും പേപ്പറും കണ്ടെത്താ. അല്ല ബഷീറെ, ഇത് കുറേ ഉണ്ടല്ലോ. ഞാനിത് കൂട്ടി വെച്ച കാശാണ്. ഇനിയിപ്പോൾ മയ്യത്തിൻ്റെ തൂക്കം നോക്കി മനക്കമ്പനിക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സതീഷ, എൻ്റെ മേശപ്പുറത്തുനിന്നേ പൗഡറിൻ്റെ ടിന്നെന്നോട് പോ. ഇതെന്താണ് ബഷീർക്ക പൗഡറിന് ഇത്ര കനം? അതൊക്കെ ഉണ്ട് സതീഷ. सतीश एണ്ണടാ. भाई ये क्या है? भाईजान, ये पैसा मैंने ईद में मुल्क भेजने के लिए रखे थे, लेकिन आनंदन भाई मुल्क जा रहे तो उनको ये पैसा देगा तो मुल्क जा सकते हैं. इस महामारी में क्या ईद मनाना है. സത്യത്തിൽ ബായി എന്തിനു പറഞ്ഞേ? അവൻ്റെ മക്കൾക്ക് പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാൻ പൈസയാണ് നമ്മൾ അനന്തേട്ടൻ്റെ ഡിഗ്രി എടുക്കാൻ തന്നത്. വേറൊരു നാട്ടുകാരനായിട്ടും അവൻ്റെ സ്നേഹം നോക്കിയടാ. നമ്മളെ കൂടെ അല്ലേ താമസം? നാളെ തന്നെ ആവില്ലേ പെരുന്നാൾ? ആ, ഒമാനൊഴിക്കുള്ള. ഒമാനൊഴിക്ക് അല്ല, പിന്നെ അങ്ങനെ അങ്ങനെയാണല്ല സാധാരണ. നമ്മൾ അനന്തേട്ടനോടെ പോയി. മൂപ്പര് ഇവിടെ വന്നിരിക്കാണ്. അനന്തേട്ടാ, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന്. നിങ്ങൾക്കുള്ള ടിക്കറ്റിൻ്റെ പൈസയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് 10-30 കൊല്ലമായിട്ട് ഞാൻ വിഷമിച്ചിട്ടില്ല ബഷീറെ. ചെയ്യുന്നതിനൊന്നും കണക്കും വെച്ചിട്ടില്ല. എനിക്കതല്ല, നമുക്കൊരു പ്രയാസം വന്നപ്പോഴേ നാട് നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചു. ഒരു വ്യാമോഹം 3-4 മാസമായിട്ട് ശമ്പളം കിട്ടാത്തൊരു ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരാൻ പറഞ്ഞിട്ട് അതിനൊരു പേര് മിഷൻ. എന്തായാലും ഇനി പഠിച്ചവൻ്റെ ടിക്കറ്റ് വരുന്നവരെ നാട്ടിൽ കൂടാനൊരു മോഹം. അതുകൊണ്ടാണ് ഇപ്പോൾ പോകാൻ തീരുമാനിച്ചത്. സതീഷ, നീ എന്നാ അനന്തേട്ടനത് കൊടുത്തേ. എന്തിനാ സതീശ ഇതൊക്കെ? അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കുന്നേ. ഹലോ, ആരാ? ആ, കരീം. ഇന്നലെ വിളിച്ചില്ലേ? എന്തായി? എംബസിയിൽ നിന്ന് വിളിച്ചാ? അതെ, എംബസിയിൽ നിന്ന് വിളിച്ചാ? ടിക്കറ്റ് എന്താ കരീം, ഇത് വിഷമിക്കല്ലേ? എൻ്റെ ടിക്കറ്റിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. ഞാനതായിട്ട് ഇപ്പം അങ്ങോട്ട് വരാം, റൂമിലേക്ക് വരാം. ടിക്കറ്റിൻ്റെ പൈസ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. താൻ വിഷമിക്കേണ്ട. ആ സിഗ്നലിൻ്റെ അടുത്തല്ലേ റൂം?